എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്വീറ്റ് റെസിപ്പിയാണ് സേമിയ കേസരി. അപ്പോൾ നിങ്ങൾ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നെയ്യ് എടുക്കുക, അതിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ കുറച്ച് കിസ്മിസ്, ഇതൊന്നിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ സേമിയ വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് 1 കപ്പ് സേമിയാണ്. ഇത് വറുത്ത സേമിയാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്നൊന്ന് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അതേസമയം നിങ്ങൾ ഉപയോഗിക്കുന്നത് വറുക്കാത്ത സേമിയാണെങ്കിൽ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നിങ്ങളത് വറുത്തെടുക്കണം. അപ്പോൾ നെയ്യ് എത്രയാണെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നിങ്ങൾ വറുത്തെടുക്കുക. അപ്പോൾ അത് റെഡിയായി. ഇനി വേണ്ടത് 2 കപ്പ് വെള്ളം, അതായത് 1 കപ്പ് സേമിയക്ക് 2 കപ്പ് വെള്ളം, അതാണ് കണക്ക്. അപ്പോൾ 2 കപ്പ് വെള്ളം എടുക്കുക. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പം അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഈ വെള്ളത്തിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് വെന്ത് വരണം. നിങ്ങൾക്കറിയാമല്ലോ, ഒന്ന് കുഴഞ്ഞു വരുമല്ലോ സേമിയ വേവുമ്പോൾ. അപ്പോൾ അതുപോലെ നല്ല പോലെ ഒന്ന് തിളച്ച് അത് വെന്ത് വരണം. വെന്ത് വന്നതിന് ശേഷം നിങ്ങളതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ചേർത്ത് കൊടുക്കുക. ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പഞ്ചസാര പാനിയിൽ ഈ സേമിയ വറ്റി വരണം. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം, അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഞാൻ മഞ്ഞൾ ചേർത്തുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അതും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള നട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കുക. അതും നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുക. അവസാനമായിട്ട് കുറച്ച് നെയ്യ്, 1 ടീസ്പൂണോളം നെയ്യും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഒരു ഫ്ലേവറായിരിക്കും. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ആ പഞ്ചസാര പാനി ഒന്ന് വറ്റി ഒന്ന് റെഡിയായി വരണം. അപ്പോൾ നമ്മുടെ കേസരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മൾ ഒരു ചൂടോടുകൂടി കഴിക്കുമ്പോൾ തന്നെയാണ് എനിക്കിത് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. തണുത്താൽ കുറച്ച് തിക്കായിട്ട് വരും. അപ്പോൾ ഇതിങ്ങനെ കഴിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമല്ലേ ചെയ്യാൻ. സേമിയാണ് ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.